അയ്യ വണക്കം സുഹ്റാൻ മൊംദാനി. ഡേ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. സുഹ്റാൻ മൊംദാനി എന്ന് പറയുന്ന അവിടെ ഒരു മുസ്ലിം മേയർ ന്യൂയോർക്കിൽ ഉണ്ടായിരിക്കുകയാണ്. ചരിത്രപരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതിൽ എനിക്ക് അതിഭീകരമായിട്ടുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ സുഡാപ്പികളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകാനായിട്ട് വരുന്ന സുഡാപ്പികൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. സത്യം പറയട്ടെ, അമ്മയാണ് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സുഹ്റാൻ മൊംദാനി എന്ന് പറയുന്ന ഒരാൾ ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിമായിട്ടുള്ള ഒരാൾ അവിടെ മേയറായിട്ട് വരുന്നത്. ഇത് ചരിത്രപരമല്ലാതെ മറ്റെന്താണ് എന്നോർത്ത് ആനന്ദ തന്തുലിതമാവുകയാണ് എൻ്റെ മനസ്സ്. സത്യമായിട്ടും ഇത് മായമില്ല മന്ത്രമില്ല, സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സുഹ്റാൻ മൊംദാനി അവിടെ മേയറായി. സുഹ്റാൻ മൊംദാനി ന്യൂയോർക്കിൽ മേയറായപ്പോൾ ഇവിടെയുള്ള കുറേ കമ്മികളും കൊങ്ങികളും ഇവിടെ കിടന്നുകൊണ്ട് പൽവാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ബഹളം വയ്ക്കണം. എനിക്ക് യുവമാരൊക്കെ ചോദിക്കാനുള്ളത്, നിനക്കൊക്കെ എന്താ വയ്യേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നത് നിനക്കൊക്കെ എന്ത് വയ്യേ? സ്വന്തം രാജ്യത്തോ ജയിക്കുന്നില്ല. അങ്ങനെ സ്വന്തം രാജ്യത്ത് ജയിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അയൽ രാജ്യത്ത്, അത് നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യം പോലുമല്ല, എവിടെ കിടക്കുന്ന ഇന്ത്യക്ക് നിരന്തരം പണിയെന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യത്ത് അവിടെ ഒരു മുസ്ലിം മേയർ ജയിച്ചു കയറി. അങ്ങനെ മുസ്ലിം മേയർ ജയിച്ചു കയറിയപ്പോൾ യവന്മാർ പറയുകയാണ്, ഇത് ഞങ്ങളുടെ വിജയമാണ് എന്ന് യവന്മാർ പറയുകയാണ്. അതായത് ഈ ഒരു ട്രെൻഡ് വന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം വന്നതിന് ശേഷമാണ്. 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായി, 2019 വീണ്ടും പ്രധാനമന്ത്രിയായി, 2025 ആയപ്പോഴേക്കും അദ്ദേഹം വേൾഡ് ലീഡർ പദവിയിലേക്ക് ഉയർന്നു. അതുകൊണ്ടുള്ളൊരു പ്രതിഭാസമാണ് ഇത്. ഈ മണ്ടന്മാർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്നാൽ യവന്മാർ നിരന്തരം മോദിയെ വിശ്വഗുരു എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. നരേന്ദ്രമോദി വിശ്വഗുരുവായി എന്നുള്ളതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേണ്ടല്ലോ. അതായത് നീയൊക്കെ കണ്ട രാജ്യങ്ങളിലും കണ്ട കടച്ചാണിയിലുമൊക്കെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ സോഷ്യൽ ഡെമോക്രാറ്റോ റാഡിക്കൽ ഇസ്ലാമോ ഒക്കെ ജയിക്കുമ്പോൾ മോദിയുമായിട്ടാണ് നീയൊക്കെ കമ്പയർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മോദിയുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് ആരെയാണ്? നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ജയിക്കുമ്പോൾ കണ്ട മോദിക്ക് തിരിച്ചടിയായെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യണം. പക്ഷെ നീയൊക്കെ കമ്പയർ ചെയ്യുന്നത് അപ്പുറത്തെ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ജയിച്ചാൽ ഉടനെ പറയും അയ്യോ മോദി തോറ്റു കമ്മ്യൂണിസ്റ്റ്. അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നിൻ്റെ ഒന്നും ലീഗല്ല. നരേന്ദ്രമോദി വളർന്നുപോയി, അങ്ങേരെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലോട്ട് അങ്ങേര് ഉയർന്നു പോയി. പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതാദ്യം മനസ്സിൽ വച്ചേത്. അതായത് മംദാനി ജയിക്കുമ്പോൾ മോദിക്കൊരു തിരിച്ചടിയായി എന്ന് നിനക്കൊക്കെ തോന്നുന്നില്ലേ? അതിൻ്റെ അർത്ഥമാണ് മോദി ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് നീയൊക്കെ തന്നെ പറയാതെ പറയുകയാണ്. മനസ്സിലായില്ലേ? നാളെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങുമ്പോഴും യുവമാർ മോദിയെ വെച്ച് കമ്പയർ ചെയ്യും. ഡൊണാൾഡ് ട്രംപ് ഇറങ്ങി ഡെമോക്രാറ്റ് പാർട്ടി വന്നേ എന്ന് പറഞ്ഞു. കാരണം എന്താ? മോദിക്കൊരു തിരിച്ചടിയാവില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മോദി യുദ്ധം ചെയ്യുന്നത് യുവന്മാരൊക്കെ ആയിട്ടാണ്. പിന്നെ പാകിസ്ഥാനിൽ ആരെങ്കിലും കയറി യുവന്മാർ കിടന്ന് നിലവിളിക്കാനായിട്ട് നിൽക്കില്ല, പാള വെച്ച് കെട്ടേണ്ടി വരും ചന്തിയിൽ എന്നവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഏരിയ നമ്മൾ തൊടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ സുഹ്റാൻ മൊംദാനി എന്ന് പറയുന്ന ഒരു വ്യക്തി അമേരിക്കയിലെ ഒരു മുസ്ലിം മേയറായി, ന്യൂയോർക്കിലെ ഒരു മുസ്ലിം മേയറായിട്ട് വിജയിച്ചു വന്നു. ഈ വിജയിച്ചു വന്ന ഈ സുഹ്റാൻ മൊംദാനി എന്ന് പറയുന്ന ഇയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് ഇവിടെയുള്ള കമ്മി നേതാക്കന്മാരൊക്കെ പറയുന്നത്. പോരാത്തതിന് ജനകീയ ആസൂത്രണവും നഗരാസൂത്രണവും പഠിക്കണമെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് തിരുവനന്തപുരത്തോട്ട് വരട്ടെ എന്നാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ പറഞ്ഞതായിട്ട് ഞാനൊരു കാർഡ് കണ്ടത്. ഉള്ളതാ കള്ളോ? അങ്ങനെയാണെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തിരുവനന്തപുരത്തേക്ക് വരണം, സകല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് പോകാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഈ സുഹ്റാൻ മംദാനി ജയിച്ചപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇതാ ജയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെയുള്ള അന്തം കമ്മികൾ കിടന്ന് തുള്ളിച്ചാടുന്നത്. അപ്പുറത്തുള്ള സുഡാപ്പികൾ തുള്ളിച്ചാടുന്നത് ഒരു മുസ്ലിം ജയിച്ചല്ലോ എന്നുള്ള രീതിയിലാണ് ഇവന്മാർ തുള്ളിച്ചാടുന്നത്. സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി കമ്മ്യൂണിസ്റ്റുകാരോട് ആദ്യം പറയാനുള്ളത്, സുഹ്റാൻ മംദാനി ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് തെറ്റാണ്. അവിടെ തന്നെ രാഷ്ട്രീയത്തിൽ ഒരു ബുദ്ധിയും ബോധവും ഇല്ല ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് നമുക്ക് മനസ്സിലാകും. പല ചാനലുകൾ പോലും അടിച്ചു വെച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇയാളെന്നാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് അല്ല. ഈ ട്രംപ് എന്ന് പറയുന്ന വേട്ടാവളിയനുണ്ടല്ലോ, ഈ വേട്ടാവളിയനാണ് സുഹ്റാൻ മൊംദാനിയെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ തന്നെ മൊമദാനി അയ്യയ്യയ്യയ്യേ കമ്മ്യൂണിസ്റ്റാ ഞാനാ, ഒരുമാതിരി തെണ്ടിത്തരം പറയരുത് എന്ന് പറഞ്ഞ് സുഹ്റാൻ മൊംദാനി രംഗത്തെത്തുകയും ചെയ്തു. അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിടിച്ചകത്തിടും. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചെന്നപ്പോൾ മിണ്ടാതെ ഉരിയാടാതെ ചെന്നത്. ഒരു പിത്തള കസേരയായിട്ട് ന്യൂയോർക്ക് സ്ക്വയറിൽ ചെന്ന് ഇരിക്കുന്ന, ടൈം സ്ക്വയർ ഏതോ ഒരു സ്ക്വയർ, അവിടെ ചെന്ന് ഇരിക്കുന്ന കണ്ടല്ലോ. അവിടെ നിന്നിട്ട് ആരുമില്ല തിരിഞ്ഞു നോക്കാൻ. ആ ടൈം സ്ക്വയറിൽ നിത്യേന കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കാനായിട്ട് വരും. അങ്ങനെ സന്ദർശിക്കാനായിട്ട് വരുന്ന ആൾക്കാർ വിചാരിച്ചത് ആ ടൈം സ്ക്വയറിൽ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുമല്ലോ. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കഴുത്തിൽ പാമ്പൊക്കെ ഇട്ട് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കും. വന്ന് നിന്ന് നമുക്ക് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഒരു 5
$5 $10 കൊടുക്കണം. സൂപ്പർമാൻ്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കും. സൂപ്പർമാൻ്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. അതുപോലെ ആരോ ഇരിക്കണം എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയല്ല. എനിക്ക് പോലും സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ അങ്ങോട്ട് കയറ്റൂല കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോരാത്തതിന് ഇപ്പോൾ സൗദി അറേബ്യയിലെ ഗതി എന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല വിലയാണ്, ഒന്ന് പറഞ്ഞു നോക്കണം. പിന്നെ ചന്തിയിൽ പാള വെച്ച് കെട്ടിയിട്ട് പിന്നെ ചാട്ടവാറ് വെച്ച് നല്ല പാട്ടാന്ന് അടി കിട്ടുന്നത് മാത്രമേ ഓർമ്മ കാണുള്ളൂ. രക്ഷിക്കാൻ BJP ഗവൺമെൻറ് ഇവിടെ നിന്ന് വരേണ്ടി വരും. അത് വേറൊരു കാര്യം. അപ്പോൾ കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിൽ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ സൊഹ്റാൻ മൊംദാനി എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയിൽ കയറി, ഒരു മേയറായിട്ട് കയറി എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് ആഹ്ലാദിക്കുന്നത് എന്ന് പല ആൾക്കാർക്കും തോന്നിയേക്കാം. ചൂട് കാടാവുമല്ലോ, അത് തന്നെ എൻ്റെ ആഹ്ലാദം. ടു ബി ഫ്രാങ്ക്, വളരെ തുറന്നങ്ങ് പറഞ്ഞേക്കാം, ചൂട് കാടാവൂല, അതാണ് എൻ്റെ ആഹ്ലാദം എന്ന് പറയുന്നത്. കാരണം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നിരന്തരം ഈ ഇസ്ലാമിക് രാജ്യങ്ങളെയും ഇസ്ലാമിക് ടെററിസത്തെയും അങ്ങേയറ്റം വളർത്തുന്നൊരു രാജ്യമാണ്. യവന്മാരത് തിരിഞ്ഞു കൊത്തണം, യവന്മാരത് തിരിഞ്ഞു കൊത്തി യവന്മാരെ നാട് ചൂടുകാടാവണം. കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഫലിക്കണം. അതാണ് ഇപ്പോൾ ലണ്ടനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലണ്ടൻ അടക്കമുള്ള പല പ്രദേശങ്ങളിലും 17 മുസ്ലിം മേയർമാരുണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ശരിയാ നിയമം വേണമെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. യവനൊക്കെ അങ്ങനെ തന്നെ വേണം. നമ്മുടെ രാജ്യത്ത് അവന്മാർ കുറേ കാലം ഭരിച്ചു മുടിച്ചിട്ട് നമ്മുടെ രാജ്യം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അവന്മാർ പിളർന്നിട്ടിട്ട് പോയി. അങ്ങനെ പിളർന്നിട്ടിട്ട് പോയപ്പോൾ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണ്. പോരാത്തതിന് ഇപ്പോൾ ടെററിസ്റ്റുകളെ എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം ചെയ്യുന്ന രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. നിരന്തരം നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ യവന്മാർക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് പാകിസ്ഥാനികളാണ്. അവിടെ പാകിസ്ഥാനിലെ ഒരു വനിത അവിടെ ഹോം സെക്രട്ടറി ആയിട്ട് UK കയറിയപ്പോൾ അവിടെ കലാപം ഉണ്ടായി. മൊത്തം കലാപം ഉണ്ടായത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള പോലീസിനെ അറിഞ്ഞൂടെ ഇത് എങ്ങനെ നിയന്ത്രിക്കണമെന്ന്. യോഗി ആദിത്യനാഥൊന്നും അല്ലല്ലോ അവിടെ ഇരിക്കുന്നത്, ഒരു കലാപം നിയന്ത്രിക്കാൻ സ്പെഷ്യലൈസ് ചെയ്ത ആളൊന്നും അല്ലല്ലോ. യവന്മാർ പെട്ടുപോയി. പോലീസൊക്കെ ആടിയുകൊണ്ട് ചോര ഉപ്പുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ഒരു വിധേന അവസാനം നിരോധിച്ച് ഈ കലാപം എല്ലാം കൂടെ നിയന്ത്രിച്ച് ആ കലാപത്തിനെ പിടിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഈ സൊഹ്റാൻ മൊംദാനി എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്ന് ജയിച്ചു. ഇനി ന്യൂയോർക്കിൻ്റെ രാഷ്ട്രീയ ഭൂമിക നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇയാൾ ജയിച്ചത് ഏത് തരത്തിലാണ് എന്ന് നമുക്കൊന്ന് ആലോചിക്കണ്ടേ. ഇയാൾ ജയിച്ചത് ആക്ച്വലി ഒരു ഡെമോക്രാറ്റിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇയാൾ നിന്നു. വലിയൊരു വമ്പം പാർട്ടിയാണ്, നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഡെമോക്രാറ്റിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. അങ്ങനെ ന്യൂയോർക്കിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ആ ന്യൂയോർക്കിൽ 1784 മുതലുള്ള ന്യൂയോർക്കിൻ്റെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടെ ഉണ്ടായിരിക്കുന്നതിൽ ഭൂരിഭാഗം മേയർമാരും ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർമാർ തന്നെയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിക്ക് 10ൽ താഴെ മേയർമാരെ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന അത്ര മേയർമാരെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ മണ്ണ് അങ്ങനത്തെ മണ്ണാണ്. ഇപ്പോൾ കേരളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ BJP ഭരണത്തിൽ വന്നിട്ടില്ലല്ലോ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്ത തവണയും ഭരണത്തിലേറിക്കഴിഞ്ഞ ശേഷം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ഏറിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നേരെ അമേരിക്കയിൽ ഒരു സന്തോഷം ഉണ്ടാവുകയാണ് സായിപ്പന്മാർക്കിടയിൽ. ഇതാ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് അടി കിട്ടി, കേരളം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറിയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവന്മാർ അവിടെ വാർത്ത എഴുതി എങ്ങനെ ഇരിക്കും? അതേ സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അയാളൊരു മേയറായി അവിടെ ചുമതലയേറ്റത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കീഴിൽ നിന്നുകൊണ്ടാണ്. പിന്നെ അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അയാൾ നല്ല ഒന്നാന്തര സുഡാപ്പിയാണ്. റാഡിക്കൽ ഇസ്ലാമാണ് അയാൾ. ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ന്യൂയോർക്കിന് വേണ്ടി വന്നവനല്ല, ഫലസ്തീന് വേണ്ടിയാണ് വന്നതും ഫലസ്തീന് വേണ്ടിയാണ് ജീവിക്കുന്നതും എന്ന് അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു സുഡാപ്പിയാണ് ഇയാളെന്ന് പറയുന്നത്. പോരാത്തതിന് അവിടെയുള്ള ഏകദേശം നല്ല മുഴുത്ത തീവ്രവാദികളൊക്കെ ആയിട്ട് ഇവന് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരാൾ അവിടെ വന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഗാസയ്ക്ക് വേണ്ടി വിലപിക്കുന്ന, ഹമാസിനെ നെഞ്ചോട് ചേർക്കുന്ന, നരേന്ദ്രമോദി ഒരു യുദ്ധ കുറ്റവാളിയാണെന്ന് പറയുന്ന, നെതന്യാഹുവിനെ കണ്ടാൽ ഞാൻ പിടിച്ച് പാകത്തിട്ടുകളെ എന്ന് പറയുന്ന ഇതുപോലൊരു വേട്ടാവളിയെ അവിടെ വരുമ്പോൾ നമ്മളല്ലാതെ മറ്റാര് സഖാക്കളെ അയാളെ പിന്തുണയ്ക്കുക എന്നൊരു ലൈൻ ഇവിടെ വരുമല്ലോ. അത് സ്വാഭാവികമാണ്. കാരണം ഇന്ത്യക്കെതിരായിട്ട് പറയുന്ന ആര് ഏത് രാജ്യത്ത് അധികാരത്തിലേറിയാലും ഉടനെ തന്നെ ഇവിടെ അയാൾ മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പറഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ രാഹുൽ ഗാന്ധി അനുകൂലിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ചത്ത എക്കണോമിയാണ്, ഒരു മോശം എക്കണോമിയാണെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു യെസ് ഹീസ് കറക്റ്റ്, ഈസ് വെരി മച്ച് കറക്റ്റ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ സമയം രാഹുൽ ഗാന്ധിക്ക് ഡൊണാൾഡ് ട്രംപിനോട് അങ്ങ് സ്നേഹവും വാത്സല്യവും 100% ശരി വാക്ക്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിൽ വന്ന് നരേന്ദ്രമോദിയായി വേദി പങ്കിട്ടപ്പോൾ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഇതാ നരേന്ദ്രമോദി ഇന്ത്യ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് ആരെങ്കിലും നമ്മളെ അനുകൂലിച്ച് കഴിഞ്ഞാൽ അവന്മാരെ എതിർക്കും. ആരെങ്കിലും നമ്മുടെ രാജ്യത്തോട്ട് മെസ്സേജ് ഇടാൻ വന്ന എന്താണ്, ആ മെസ്സേജ് ഇടാൻ നിങ്ങൾ ഇടണ്ട, നമ്മളെ തന്നാൽ നമ്മൾ ഇട്ടോളാം എന്നുള്ള നിലപാടാണ് യവന്മാർക്കുള്ളത്. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂരിൽ അടി കൊണ്ട് ചിപ്പം
കെട്ടിയപ്പോൾ എന്തൊരു വിളിയായിരുന്നു, യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട, അയ്യോ യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പാകിസ്ഥാൻ അടിയുള്ള നെയ്മർക്ക് കാണാൻ വയ്യാത്തതുകൊണ്ടാണ്. പാകിസ്ഥാൻ്റെ ഒരു മെസ്സേജ് പോലും ഇന്ത്യയിലോട്ട് വന്ന് വീഴാത്തത് കൊണ്ടാണ് യുദ്ധം വേണ്ട, യുദ്ധം ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഇന്ത്യയിലോട്ട് വന്ന് വീണെങ്കിൽ അപ്പം തന്നെ 4 വാർഡിൽ കലാപം ഇറങ്ങി നരേന്ദ്രമോദിയുടെ നെഞ്ചത്തോട്ട് കയറിയേനെ. കണ്ടില്ലേ ഒരു മെസ്സേജ് വന്ന് വീണത് എന്ന് പറഞ്ഞ് കയറിയേനെ. ശരിയല്ലേ? ഇതല്ലേ ഇവിടെ നടക്കാൻ പോണത്? ഇതിൽ കൂടുതലൊന്നും ഇവിടെ നടക്കില്ലല്ലോ. ഇതൊക്കെ എങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെയൊക്കെ സ്വഭാവം മനസ്സിലാക്കിയില്ല, അത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ സുഹ്റാൻ മൊംദാനി എന്ന് പറയുന്ന വ്യക്തി അവിടെ അധികാരത്തിലേറി. പാകിസ്ഥാനോട് ഇയാൾക്ക് ഭയങ്കര പ്രേമമാണ്. പാകിസ്ഥാൻ കവിതകൾ പാടി നടക്കണം. പോരാത്ത ഇവനൊരു റാപ്പർ കൂടെയാണ്. അങ്ങനെയാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ ഭരണം പിടിക്കുന്നത് കേട്ടോ. അതായത് ഈ റാപ്പ്, സംഗീതം, കല, ഇതുവഴിയൊക്കെ ഇവന്മാർ ആദ്യം നൈസായിട്ട് വരും. നൈസായിട്ട് വന്നിട്ട് സ്വാഭാവികമായിട്ട് ഈ കലയ്ക്ക് മതമില്ലല്ലോ, പക്ഷേ ഇത് ചെയ്യുന്നവന് മതമുണ്ട്, അവന് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ഈ നിഷ്പക്ഷരായിട്ടുള്ള അവിടെയുള്ള ക്രിസ്ത്യാനികൾ 85 ലക്ഷത്തിലധികം ക്രിസ്ത്യാനികൾ ന്യൂയോർക്കിലുണ്ടെന്നാണ് പറയുന്നത്. യവന്മാരെന്ത് ചെയ്യും? കണ്ണടച്ച് വോട്ടങ്ങ് കുത്തി കൊടുക്കും. ഒരു മതേതര സെറ്റപ്പാണല്ലോ. അങ്ങനെ കണ്ണടച്ച് വോട്ടങ്ങ് കുത്തി കൊടുക്കും. അവിടെ 200K, അതായത് 2 ലക്ഷത്തിലധികം മുസ്ലിം വോട്ടുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ തവണ. ഇത്തവണ അത് 1.5 ലക്ഷം വോട്ടുകൾ കൂടി 3.5 ലക്ഷം വോട്ടുകളായി എന്നാണ് അവിടെയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ 3.5 ലക്ഷം വോട്ടുകളുള്ള ആൾക്കാരാണ് ഇത്രയും ഹ്യൂജായിട്ടുള്ളൊരു ക്രിസ്ത്യാനിറ്റി, അതായത് ക്രിസ്ത്യൻ മെജോറിറ്റിയെ ഏത് മേയർ അവിടെ വന്ന് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പക്ഷേ നമുക്ക് അത്ഭുതം തോന്നേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം ഇത്രയും, അതായത് 140 കോടി ജനങ്ങളിൽ 100 കോടി ഹിന്ദുക്കളുള്ള നമ്മുടെ രാജ്യം 60 കൊല്ലം ഭരിച്ചത് ഈ ഇസ്ലാമിസ്റ്റുകൾ, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോഴാണ് നമ്മളെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാനായിട്ട് 2014 മുതൽ ഒരു ദേശീയ ബോധം ഉണർത്തിയെടുക്കാനായിട്ടുള്ള ശ്രമമൊക്കെ ഇങ്ങനെ വന്നത്. അങ്ങനെ ശ്രമം വന്നതുകൊണ്ടൊക്കെയാണ് കാന്താര സിനിമ പോലുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ സംഘപരിവാറിനെ മഹത്വവൽക്കരിക്കുന്നു, ഞങ്ങളെടുത്ത പണിയെല്ലാം വെറുതെ ആവുമല്ലോ, ഈ പടങ്ങളൊക്കെ കണ്ടാൽ യുവമാർക്ക് ദേശീയത അങ്ങ് തെവിട്ടി വരുമല്ലോ എന്ന് പറയേണ്ട ഒരു സാഹചര്യവും പല ആൾക്കാർക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഈ സുഹ്റാൻ മൊംദാനി എന്ന് പറയുന്ന വ്യക്തി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ട് പിടിക്കുന്നു, ജാതി മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു. പോരാത്തതിന് ഇയാൾ ജാതി മത സംഘടനകളുടെ, തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ അവിടെ പ്രബലമായിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ജൂണിൽ നടന്ന പ്രൈമറിയിൽ ആൻഡ്രൂ എന്ന് പറയുന്ന, അതായത് ആൻഡ്രൂ ക്യുമോയെ, അയാളെ പരാജയപ്പെടുത്തി, മുൻ ഗവർണറായിരുന്നു, അയാളെ പരാജയപ്പെടുത്തി. ഇപ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള കർട്ടിസ് ലെവിനെയും പരാജയപ്പെടുത്തിയിട്ടാണ് ഇയാളിപ്പോൾ ജനുവരി 1 മുതൽ മേയർ ആവാനായിട്ട് പോകുന്നത്. ഇതൊന്നാമത്തെ കാര്യം. പിന്നെ ഹമാസ് ബന്ധം സംശയിക്കുന്ന സംഘടനയിൽ നിന്നും നല്ല യമണ്ടം ഫണ്ടുകൾ ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതിനുള്ള തെളിവുകൾ അവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്, അങ്ങനെ കൈപ്പറ്റണം. അങ്ങനെ നീയൊക്കെ കൈപ്പറ്റി അവിടെ തീവ്രവാദം വളരണം. അതാണ് നമ്മുടെ രാജ്യം ഇന്ത്യക്ക് ഗുണകരം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അങ്ങനെ ഹമാസ് ബന്ധമുള്ള പല സംഘടനകളുടെ കയ്യിൽ നിന്നും ഇയാൾ ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫണ്ട് കൈപ്പറ്റി എന്ന് പറഞ്ഞത് ഞാനല്ല, മാധ്യമമല്ല, ഇവൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവുണ്ട്, ലിൻഡ എന്ന് പറയുന്ന ഒരു പെണ്ണുപിള്ള. ആ പെണ്ണുപിള്ളയാണ് ഇത് പറഞ്ഞത്. ഹമാസ് ബന്ധമുള്ള ഒരു തീവ്രവാദ സംഘടനയുടെ കയ്യിൽ നിന്നും ഇവൻ ഫണ്ട് കൈപ്പറ്റി എന്നുള്ളത്. ഈ ലിൻഡ എന്ന് പറയുന്ന പെണ്ണുപിള്ള ആരാണ്? ഒരു ഫലസ്തീൻ ആക്ടിവിസ്റ്റും ഇവൻ്റെ ഉറ്റ സുഹൃത്തുമാണ്. അപ്പോൾ അവരാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. കയർ, CAIR എന്ന് പറയുന്ന സംഘടനയാണ് ഹമാസുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നത്. ആ സംഘടനയ്ക്കെതിരെ അവിടെ CIA അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. ലിൻഡ സർസോറാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഉറ്റ സുഹൃത്തുണ്ടല്ലോ, അവനാണ് ഈ കാര്യമൊക്കെ പറഞ്ഞത്. പോരാത്തതിന് $30 ലക്ഷം ഇവന് മൊത്തത്തിൽ സംഭാവനയായിട്ട് കിട്ടിയത്. ഈ $30 ലക്ഷം യൂണിറ്റി ആൻഡ് ജസ്റ്റിസ് മംദാനി അനുകൂല പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി ആയിട്ടുള്ള ലോവർ കോസ്റ്ററിന് $1,20,000 എന്ത് ചെയ്തു? സംഭാവനയായിട്ട് കൊടുത്തു. ഹമാസ് അനുകൂല സംഘടനയിൽ നിന്നും പിടിച്ച് സംഭാവനയായിട്ട് അങ്ങ് കൊടുത്തു. ആ സംഭാവനയായിട്ട് കൊടുത്തതിൻ്റെ പേരിൽ ഈ CIAR എന്ന് പറയുന്ന ഈ ഒരു സംഘടന അന്വേഷണ പരിധിയിലാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മമദാനി ഇലക്ഷൻ ജയിച്ച് ഞാൻ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചില്ലെങ്കിൽ ഈ ലിൻഡ പറയുന്നത് ഇനി നിൻ്റെ ഹമാസ് ബന്ധവും ഞാൻ പുറത്തുവിടും എന്നാണ് ലിൻഡ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പോരാത്തതിന് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസിൽ നിന്ന് മംദാനിക്ക് ലഭിച്ച സാമ്പത്തിക സഹായത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൂടെ ഞാനങ്ങ് പുറത്തുവിടും എന്നും ലിൻഡ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം, മുൻനിര മുസ്ലിം നേതാവായിട്ടുള്ള അവിടെയുള്ള ഏറ്റവും മുന്തിയ മുസ്ലിം നേതാവുണ്ട്. ആ മുസ്ലിം സക്കീർ നായിക്കിൻ്റെയൊക്കെ ഒരു ലെവൽ വരും. അവൻ്റെ പേരാണ് വഹാജ് എന്ന് പറയുന്നത്. ഈ വഹാജ് എന്ന് പറയുന്നവനുമായിട്ട് ഈ മംദാനിക്ക് അടുത്ത ബന്ധമുണ്ട്. അവിടെയുള്ള 21 മുസ്ലിം പള്ളികൾ സന്ദർശിച്ച് അവിടെ എല്ലാം വോട്ടിനായി തെണ്ടി നടന്ന ശേഷം ഈ വഹാജിൻ്റെ അടുത്തേക്ക് ഈ മംദാനി ചെന്നു. ഈ വഹാജ് എന്ന് പറയുന്ന ആളുടെ മുഴുവൻ പേരെന്ന് പറയുന്നത് ഇമാം സിറാജ് വഹാജ് എന്നാണ്. ഈ മസ്ജിദ് അൽ തഖ്വ എന്ന് പറയുന്ന ആ മസ്ജിദിൽ ഇയാൾ കയറി സ്റ്റോയിസ് സമൂഹത്തിൻ്റെ ഒരു വലിയ
ഒരു മിശിഹയാണ് എൻ്റെ വഹാജ് ഇമാം എന്നാണ് ഈ മംദാനി പറഞ്ഞിരിക്കുന്നത്. ഇനി വഹാജ് ആരാണ്? നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടന്നല്ലോ 2001 തോന്നുന്നു, സെപ്റ്റംബർ 11 ആണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ അല്ല. അപ്പോൾ 2001 ഇത് നടന്നപ്പോൾ ഈ 2001 ഇതിൻ്റെ പ്രതികളെ ഈ പള്ളിയിൽ പാർപ്പിച്ചത് ഇവൻ്റെ നേതൃത്വത്തിലാണ്, ഈ വഹാജിൻ്റെ നേതൃത്വത്തിലാണ് എന്ന ശക്തമായിട്ടുള്ള ആരോപണം നേരിട്ടിരുന്നു ഇയാൾ. തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവന നടത്തിയിരുന്നു. അങ്ങനെയുള്ളൊരു വേട്ടാവളിയാണ് ഈ വഹാജ് എന്ന് പറയുന്ന ഈ ഇമാം എന്ന് പറയുന്നത്. ഈ ഇമാമിനെയാണ് മംദാനി കൂടെ ചേർന്ന് ഏറ്റവും വലിയ ഇമാമാണിത് ഇന്ന് ലോകത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തത്. അപ്പോൾ അത് വലിയ പ്രതിഷേധത്തിന് അമേരിക്കയിൽ കാരണമാക്കി. ഇപ്പം നമ്മുടെ താജ് ഹോട്ടൽ ആക്രമിച്ച ഒരുത്തൻ, അവനെ ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ കയറ്റി പാർപ്പിച്ച് അവനെ നാളെ ആരെങ്കിലും മഹത്വവൽക്കരിച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കും? നമ്മൾ ഉറപ്പായിട്ടും വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ വഹാജിനെതിരെ വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായി. ആ വഹാജിനെ കെട്ടിപ്പുണർന്നതിൻ്റെ പേരിൽ മമദാനിക്കെതിരെയും വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായി. ഇനി വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം 1993 ഒരു ബോംബ് ആക്രമണമുണ്ട്. ആ ബോംബ് ആക്രമണ കേസിലെ ഗൂഢാലോചന നടത്തിയ ഒരുത്തനുണ്ട്. അതിലെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന നല്ല ഒന്നാം തരം തീവ്രവാദി ഷെയ്ഖ് ഒമർ അബ്ദുൾ റഹ്മാൻ. ഈ ഷെയ്ഖ് ഒമർ അബ്ദുൾ റഹ്മാനുമായും വഹാജിന് അടുത്ത ബന്ധമുണ്ട് എന്നും അവിടുത്തെ പോലീസും അവിടെയുള്ള ഭരണകൂടവും കണ്ടെത്തിയിട്ടുണ്ട്. പോരാത്തതിന് ഇയാൾ പറയുന്നത് മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്ന് ഭരണം അട്ടിമറിക്കണമെന്ന് വഹാജ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല വഹാജ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഭരണം അട്ടിമറിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ശരിയ നിയമം കൊണ്ടുവരണം. നമ്മുടെ രാജ്യത്ത് ശരിയ നിയമം. അങ്ങനെ വഹാജും മറ്റുള്ള ആൾക്കാരും ശരിയ ഫോർ ന്യൂയോർക്ക് എന്ന് പറഞ്ഞ ഒരു ആശയം അവതരിപ്പിച്ചപ്പോൾ മംദാനി വായും പൊത്തിയിരുന്നു എന്ന് പറഞ്ഞ് മംദാനിക്കെതിരെ വേറൊരു വലിയ പ്രതിഷേധവും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ചേരി തിരിഞ്ഞുള്ള അടി അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി മംദാനിയുടെ അമ്മ മീര നായരാണ് എന്ന് പറഞ്ഞ് വല്ല കരയോഗം ഇറങ്ങുമെന്നാണ് എൻ്റെ പേടി. മീര നായരല്ല, മീര നയ്യാർ എന്നാണ് അവരെ പറയുന്നത്. ഇത് ആരാണ് ഈ നായരെന്നൊക്കെ പടച്ചു വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇത് വേറെ എന്തോ സെറ്റപ്പാണ്. അത് വേറെ എന്തോ സെറ്റപ്പ് എനിക്ക് ഓർമ്മയുണ്ടായില്ല, ഇപ്പോൾ മറന്നുപോയി, നാക്കിൻ്റെ ഇടയിൽ വരണില്ല, അതുകൊണ്ട് പറയാത്തത്. മീര നയ്യാർ, NAYYAR, അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ദൈവം ഇത് കരയോഗം ഒന്നും ഇറങ്ങരുത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ അമേരിക്കയുടെ ന്യൂയോർക്ക് മേയറായിട്ട് മംദാനി അധികാരത്തിൽ ഏറുന്നത്. അപ്പം നരേന്ദ്രമോദി അങ്ങ് സ്വനത്തിക്കളയാം എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ അങ്ങനെ സ്വനത്താൻ വന്ന പല നേതാക്കളും മണ്ടമറിഞ്ഞു പോയിട്ടേ ഉള്ളൂ എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അന്തമാതിരി വേലയൊന്നും മംദാനി കാണിക്കാനായിട്ട് എന്ത് ചെയ്യില്ല, ഒരിക്കലും തയ്യാറാവില്ല എന്നുള്ളതാണ്. നാളെ ഇവൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് സന്തോഷം മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ മുമ്പിൽ വന്ന് കുമ്പിട്ട് നിൽക്കാൻ മാത്രമേ ഇവനെ കൊണ്ടുപോയി. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തെക്ക് വടക്ക് നടക്കുന്നുണ്ട്, നരേന്ദ്രമോദി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ല ഇതുവരെ എന്നാണ് കേൾക്കുന്നത്. പോലെ തന്നെ ബ്രിക്സിൽ നമ്മളിപ്പോൾ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇവൻ താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം ദീപാവലിയിലൊക്കെ റെക്കോർഡ് സെയിലായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പർച്ചേസിംഗ് പവർ നമ്മുടെ രാജ്യവും യവന്മാരും കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ്. അത് വേറൊരു കാര്യം. അങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഒരുത്തൻ്റെ മുമ്പിൽ നട്ടല് കുനിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇടയിലാണ് മറ്റവൻ്റെ വോട്ട് ചോദി അതും ഇതും ചപ്പും ചവറും പടാ എന്ന് മാത്രമേ ഈ ജനങ്ങൾ ഇവനെക്കുറിച്ച് പറയും. അപ്പം ശരി.